അൺമാസ്കിങ് അനോമലീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വന്നൊരു റീലിനെ പ്രതികരിച്ച് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രതികരിച്ച ആൾക്കാരുടെ മൊത്തത്തിലുള്ള വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ തംബ്നെയിലിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് അവർ പ്രതികരിച്ചിട്ടില്ല. എൻ്റെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അതായത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ചെയ്യണ ഒരാളുണ്ടാവും, കൂടാതെ അത് കാണുന്ന ഒരാളുണ്ടാവും ഇവർ പറഞ്ഞതനുസരിച്ചിട്ട്. അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്ക് ഇത് ചെയ്യാനും ചെയ്യാണ്ടിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കാണുന്ന ആൾക്ക് ഇത് തടയാനും തടയാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കുട്ടിക്ക് എന്താണ് ഓപ്ഷൻ ഉള്ളത്? ഈ കുട്ടിക്ക് അവിടെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് എന്ത് രീതിയിലുള്ള പരീക്ഷണമാണെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇവർ ഈ പ്രതികരിച്ച വീഡിയോയിൽ പരീക്ഷണമല്ലെങ്കിൽ പിന്നെ ഇത് എന്തായിട്ടാണ് പറയേണ്ടത്? ഇവർ പറയണത് ഇത് പരീക്ഷണം അല്ലെങ്കിൽ പിന്നെ എന്തെന്നാണ് ഇതിനെ പറയാമെന്നാണ്. ഇതിനാണ് ക്രൈം എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റൊരാൾ മനഃപൂർവ്വം തടയുന്നതിനാണ് ക്രൈം എന്ന് നമ്മൾ പറയുന്നത്. ഈ ക്രൈം തടയാനുള്ള നിയമവും നിയമ നടപടികളും കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ലോകം ഇത്രയെങ്കിലും സമാധാനത്തിൽ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ ഇവരടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഇതിനെന്താ ചെയ്യാൻ പറ്റാമെന്നാണ്. ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്ന് ഈ ലോകത്ത് കാണുന്ന സമാധാനത്തിന് കാരണം. ദൈവം എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ദൈവം നല്ലത് ചെയ്യും, ഇതിനുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുമെന്ന് വിശ്വസിക്കാതെ ഇവിടെ മനുഷ്യൻ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങളും നിയമ നടപടികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ ആ കുട്ടിക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും ട്രീറ്റ്മെൻറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അതിൽ കൂടെ രക്ഷപ്പെട്ട ലക്ഷക്കണക്കിന് കുട്ടികളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങളുടെ വീക്ഷണം അനുസരിച്ച് ദൈവം കൊടുത്ത ഈ സ്വർഗത്തിൽ സുഖമായി ജീവിക്കുന്ന ഓരോ ആളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഒരാളെ ഈ കോടാനുകോടി ആൾക്കാർ ജീവിച്ച് മരിച്ചു പോയതിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അവിടെ സമ്മതിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ദൈവത്തിൽ പേടിച്ചിട്ടോ മതത്തിലോ പേടിച്ചിട്ടോ എല്ലാ ആൾക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്. ഭൂരിഭാഗം ആൾക്കാരും കുറ്റകൃത്യം ചെയ്യാതിരിക്കുന്നത് നിയമത്തെ പേടിച്ചിട്ടാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിൽ നടക്കുന്ന ക്രൈമൊന്നും ഈ പറയുന്ന നിയമങ്ങൾ ശക്തമാക്കപ്പെട്ട രാജ്യങ്ങളിൽ നടക്കണില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ്. ഞാനിങ്ങനെ ചെയ്താൽ ഇതായിരിക്കും എൻ്റെ അനുഭവം എന്നുള്ളത് പേടിച്ചിട്ടാണ് ചെയ്യാത്തത്. ഇന്ത്യയിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ഇന്ത്യയിൽ തോന്നിവാസം ചെയ്ത് നടക്കുന്ന, ഇപ്പോൾ മദ്യപിച്ച് റോഡ് സൈഡിൽ ഇരുന്നങ്ങായിട്ട് പെൺകുട്ടികളെ കളിയാക്കി കമൻ്റ് അടിച്ച് നടക്കുന്ന ഒരാൾ ഒരു ഗൾഫ് കൺട്രിയിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവനത് ചെയ്യൂല. അത് ദൈവത്തിനെ പേടിച്ചിട്ടാണോ? മതത്തിനെ പേടിച്ചിട്ടാണോ? അല്ല, നിയമത്തിനെ പേടിച്ചിട്ടാണ്. നിയമവും നിയമപാലകരും അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾക്ക്, അതായത് യുക്തിയാൽ ചിന്തിക്കുന്ന ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് തരാനുള്ള പരിഹാരം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മരിച്ചു പോയാൽ, റാപ്പ് ചെയ്യപ്പെട്ടുകഴിഞ്ഞിട്ട് ഒരു കുട്ടി മരിച്ചു പോയാൽ ആ കുട്ടിക്ക് എന്ത് നീതിയാണ് കൊടുക്കാമെന്ന്. മരിച്ചു പോയ ഒരാൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി ഒരു ക്രൈം വരാണ്ടിരിക്കാനുള്ള നിയമങ്ങൾ ശക്തിയാക്കണം, സുരക്ഷ സ്ട്രോങ് ആക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ചെയ്യേണ്ടതും.